ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് അടിപൊളി ഒരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് വീഡിയോ ആക്കണമെന്ന് യാതൊരു ഉദ്ദേശവും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ പകുതിയായപ്പോൾ തോന്നി എന്നാൽ ഇതിൻ്റെ വീഡിയോ കൂടെ എടുത്താൽ എന്താണെന്ന് കരുതിയിട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ചില വീഡിയോസൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാമേ. ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ ആക്കണമെന്നൊരു ഉദ്ദേശമേ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ തുടക്കമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ആദ്യം തന്നെ ഞാൻ ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ചെറിയ കളറ് മാറ്റം വന്നു കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങാക്കൊത്തിൻ്റെയൊക്കെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-3 പച്ചമുളക് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. നടുവേ മുറിച്ചതാണ് കേട്ടോ. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ചേർക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കൊച്ചുള്ളി ആണെങ്കിലും ചേർക്കാം. നമുക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി എടുക്കാം. പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാമേ. ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1-2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനായിട്ട് ബീഫിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മല്ലിയില, കറിവേപ്പില, സവാള, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ കൈകൊണ്ട് ഞെരടി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്രയും പൊടികളാണ് ഞാൻ ചേർക്കുന്നത്. മറ്റേ മീറ്റ് മസാല ഉള്ളവർക്ക് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ഉപ്പില്ല കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ അരപ്പൊക്കെ പിടിച്ച് ബീഫ് നല്ലപോലെ തിളച്ച് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഞാൻ വെക്കുന്ന രീതിയാണ് കേട്ടോ ഇത്. നിങ്ങളിങ്ങനെയാണോ വെക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റുള്ളൊരു ബീഫ് കറിയാണ്.